സങ്കീർത്തനങ്ങൾ 139:24 വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ മുമ്പാകെ പരമാർത്ഥതയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും, ഇതിന്റെ 23-ാം വാക്യത്തിൽ ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവം നൽകിത്തരുന്ന ഓരോ ദിനങ്ങളുടെയും പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോടുള്ള അപേക്ഷയായി ഈ പ്രാർത്ഥന മാറിയാൽ നമ്മളുടെ ജീവിതം എത്ര അനുഗ്രഹകരമായി തീരും. ഈ ദിനത്തിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് നാം ഇടപെടേണ്ടി വരികയെന്ന് നാം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഇന്നത്തെ ജീവിതം വളരെ സന്തോഷകരമായി തീരണമേ എന്ന് മാത്രമല്ല നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയത്. പിന്നെയോ ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനത്തെയും കണ്ടറിഞ്ഞിരിക്കുന്ന അൽഫയും ഒമേഗയുമായ കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദിനത്തിന്റെയും ആരംഭത്തിൽ നാം നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്നത്തെ എന്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ വികാരങ്ങളിലോ വിചാരങ്ങളിലോ ചിന്തകളിലോ മറ്റുള്ളവരോടുള്ള എന്റെ സമീപനങ്ങളിലോ എന്നിങ്ങനെ ദൈവമേ, അങ്ങയ്ക്ക് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി അങ്ങയുടെ വചനത്തിന്റെ സത്യത്തിലും വിശുദ്ധിയിലും എന്നെ നടത്തേണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. കാരണം നമ്മളെ അത്രയധികം സ്നേഹിച്ചു വീണ്ടെടുത്ത് മക്കളാക്കി തീർത്ത നമ്മളുടെ സ്വർഗീയ പിതാവിനെ നാം വ്യസനിപ്പിച്ചാൽ അത് നമുക്ക് ഒരിക്കലും അനുഗ്രഹമായി തീരുകയില്ല. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളതിനാൽ നമ്മളുടെ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. God bless you.